അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ പാലക്കാട്. ഞാൻ ഇങ്ങനത്തെ ടോപ്പിക്കൊന്നും എടുത്തിട്ട് വരരുതെന്ന് മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, കൊണ്ടുവരാതെ വഴിയില്ല. ഇപ്പം നോക്കൂ, മമ്മൂട്ടീൻ്റെ ഒരു വിഷയം വിവാദമാക്കുക. ഈ സംഖ്യകളുടെ, ഞാൻ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എല്ലാ സംഖ്യകളെ അടിച്ചാക്ഷേപിക്കുന്നില്ല, നല്ല സംഖ്യകളൊക്കെ ഉണ്ടാവും. പക്ഷെ ചില സംഖ്യകളുടെ വലിയ കുതന്ത്രവും തന്ത്രങ്ങളുമാണ് എന്ത് ചെയ്യുക, ഈ മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് പല രീതിയിൽ അവരുടെ പാർട്ടിയെ വളർത്തുന്ന കള്ളത്തെമ്മാടികളുടെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതായത് നമുക്കറിയാം, യൂസഫ് അലിയുടെ നമ്മുടെ യൂസഫ് സാഹിബിൻ്റെ ലുലു മാളിൽ ഒരു പാകിസ്ഥാൻ്റെ കൊടി ഉയർത്തിക്കെട്ടിയെന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ സംഘി പേജുകളിൽ പ്രശ്നമുണ്ടാക്കി. അവസാനം അതൊരു ഹൈന്ദവ സഹോദരിയാണ് ചെയ്ത് പറഞ്ഞിട്ട് അവളുടെ ജോലിയും കളഞ്ഞവന്മാർ. ഈ 80% നമ്മുടെ യൂസഫ് അലി സാഹിബിൻ്റെ ഈ ലുലുവിലുള്ളത് ഹൈന്ദവ സഹോദരന്മാരാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവന്മാരുണ്ടാക്കുന്നതെല്ലാം ജിഹാദികളാണ്, മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ ഈ തെണ്ടികൾ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ അതാ മമ്മൂട്ടീൻ്റെ കാര്യത്തിൽ കൊണ്ടുവന്നത്. അതായത് മമ്മൂട്ടീൻ്റെ ഫോട്ടോ വെച്ചിട്ട്, ഇതപ്പോൾ കണ്ടില്ല കർമ്മ ചാനലിൽ മമ്മൂട്ടീൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് വലിയ രീതിയിൽ ഈ സിനിമ ഫീൽഡിൽ ജിഹാദികൾ കളിക്കുന്നുണ്ട് പറഞ്ഞിട്ട് സിനിമകളൊക്കെ 8 നിലയിൽ പൊട്ടിയിട്ടും പടം എടുക്കുക ആൾക്കാർ മുന്നോട്ട് വരുന്നത്. എവിടെ സിനിമ മലയാളത്തിൽ പൊട്ടത്? ഈ ഏറ്റവും വലിയ, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കളക്ഷൻ നേടുന്നത് മലയാള സിനിമകളാണ്. ഒരു നാണവുമില്ലാതെയാണ് ഈ ചാനൽ വന്നിട്ട് ഇതേപോലെ പറയുന്നത്. ഇതേപോലെ ചില സംഖ്യകൾ വന്നിട്ട് കമൻറ്റുകൾ താറുകയും കമൻറ്റുകളൊക്കെ എടുക്കും. ഇത് നിങ്ങൾക്ക് ഞാൻ സത്യം പറയല്ലോ, ഞാൻ ഇതിൽ ചോദിക്കുക, നിങ്ങൾക്ക് ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. അങ്ങനത്തെ സംഖ്യകളോട് ചോദിക്കുന്നത്, ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്കില്ലേ? ഇന്ന് മലയാള സിനിമ അത്രമാത്രമാണ് കളക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലൊക്കെ മലയാള സിനിമ കാണാൻ ആൾക്കാർ മുന്നോട്ട് വരുന്നത്. എത്രമാത്രം കളക്ഷൻ നേടുന്നത്. ഓരോ തമിഴ് ചാനലിലും മലയാള സിനിമയെ കുറിച്ച് വലിയ രീതിയിൽ പറയുന്നത്. അത്രയും നാച്ചുറായിട്ട്, അത്രയും മനോഹരമായിട്ട് സിനിമകൾ എടുത്തുകൊണ്ട് അവർ പൈസ ഉണ്ടാക്കുന്നത്. തമിഴിൽ ഇത്രയും പൈസ ഇറക്കിയിട്ട് പോലും സിനിമകൾ പരാജയപ്പെടുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ചില സംഖ്യകൾ വന്നിട്ട് നാറികൾ പേജ് നടത്തിക്കൊണ്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക, ഓരോരോ കഥകൾ മുസ്ലിങ്ങൾക്കെതിരെ വിട്ടുകൊണ്ടേയിരിക്കുക. ഇതറിയാതെ കുറേ ആളുകൾ അതിൽ പോയിട്ട് അതിനെ ഷെയർ ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യാൻ വേണ്ടിയും ബാഡ് കമൻറ്റ് അടിക്കാൻ വേണ്ടിയിട്ടും ചില നാറിയ സംഖ്യകൾ വേറെ ഉണ്ട്. അതൊരു ഭാഗത്ത് വേറെ പോകുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് അത്രയ്ക്ക് നാണം, മാനം, ഉളുപ്പ്, ഈ ഒരു സംഭവം ഒന്നുമില്ല അല്ലേ? ഇപ്പം മമ്മൂട്ടീൻ്റെ വിഷയം എടുത്തിട്ട് മമ്മൂട്ടീൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചുകൊണ്ട് വലിയ രീതിയിലൊരു മമ്മൂട്ടീനെ ഒരു മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഇതാക്കിക്കൊണ്ടൊക്കെ ഇങ്ങനെ പേജുകളിൽ പോവുകയാണ്. ഇതൊരു നാണമില്ലാതെ വന്നിട്ട് കമൻ്റ് അടിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്ത കുറേ നാറികൾ. സത്യം പറയാമല്ലോ, ലോക പരാജയമാണ്. ഈ മുസ്ലിം എന്ന ഒരു വിഭാഗം ഇന്ത്യയിൽ ഇല്ലെങ്കിൽ ഇവന്മാരുടെ പാർട്ടിയൊന്നും ഒരിക്കലും വളരില്ല. കാരണം ഒരു നന്മ എന്ന് പറയുന്ന ഒരു സാധനം ഈ തെണ്ടികളുടെ മനസ്സിൽ കൂടെ പോയിട്ടില്ല. സത്യം പറയാമല്ലോ, ഞാൻ എല്ലാവരും ആക്ഷേപിക്കുന്നില്ല. എനിക്കും നല്ല സംഘപരിയായ നല്ല ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് സുഹൃത്തുക്കൾ. ഞാൻ അവരുടെ കാര്യത്തിലേക്കല്ല വരുന്നത്. ഈ ചെറ്റകളുണ്ടല്ലോ, ചില പേജുകൾ നടത്തിയിട്ട് ഇതുപോലെയല്ല, എല്ലാത്തിലും വിഷങ്ങളുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ വിഷങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ഇനി മറ്റുള്ളവരെല്ലാവരും പഠിച്ച് ആക്ഷേപിച്ചു അങ്ങനെയല്ല. ഇപ്പോൾ മമ്മൂട്ടീൻ്റെ ഇത് പറഞ്ഞിട്ട് കൊച്ചി ബേസ് ചെയ്തിട്ട് വലിയ മാഫിയകൾ പോകുന്നു, അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ കഥകൾ പറഞ്ഞ സ്റ്റോറി വന്നായി. ഇതിന് മുന്നേ എന്തായിരുന്നു സ്റ്റോറി, അതിന് മുന്നേ എന്തായി സ്റ്റോറി, ഇങ്ങനെ ഇവരിങ്ങനെ സ്റ്റോറികൾ ഇറക്കിക്കൊണ്ടേയിരിക്കുക. ഇതിന് മുസ്ലിങ്ങളായ ആളുകൾ ഇരയായും കൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ നാറികൾക്ക് പാർട്ടിയെ വളർത്താൻ വേണ്ടിയിട്ട് കുറേ ഇവിടെ ഹിന്ദു മതക്കാരായ ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ വിഷയങ്ങൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുക. എന്ത് നാണം മാനമില്ലാത്തവന്മാരുടെ. സത്യം പറയില്ല, ചോറല്ലേ നിങ്ങൾ കഴിക്കുന്നത്, അല്ല വേറെ എന്തെങ്കിലും പുറകെ കൂടെ വരുന്ന സാധനം എടുത്ത് കഴിക്കുകയാണോ? ഒരു നാണമില്ലാത്ത. അത് ഞാൻ പറഞ്ഞില്ല, ഈ യൂസഫ് അലി സാഹിബിൻ്റെ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് തെളിവാണ്. അവിടെ ലുലുവിൽ വന്നിട്ട് ഒരു കൊടി വന്നിട്ട് മൊത്തത്തിൽ അവിടെ ക്രിക്കറ്റ് കളി എന്തോ നടക്കുന്നതിന് ബന്ധപ്പെട്ടിട്ട് കൊടികൾ അവിടെ വെച്ചിരുന്നു. എല്ലാ രാജ്യത്തിലും കൊടിയും വെച്ചിരിക്കുന്നത്. അതിൽ പാകിസ്ഥാൻ്റെ കൊടി കുറച്ച് ഉയർത്തി കെട്ടിയത്. അതൊരു ഹൈന്ദവ പെണ്ണാണ് കെട്ടിയത്. അവൾ ജോലിക്ക് നിൽക്കുന്നവളാണ്, ചെറിയ ശമ്പളത്തിന്. അവൾക്ക് ഇങ്ങനത്തെ നിങ്ങളുടെ വർഗീയതൊന്നും അവൾക്ക് അറിയില്ല. അവൾ നോർമലായിട്ട് കെട്ടിയിട്ട് അങ്ങ് പോയി ഓരോ സ്ഥലത്ത് ഓരോ കൊടി. അത് കുറച്ച് ഉയർത്തി കെട്ടി പറഞ്ഞിട്ട് ഇവന്മാരെടുത്തിട്ട് പേജ് വലിയ രീതിയിൽ അലക്കി അതിന് വല്ല യൂസഫ് അലി സാഹിബിനെയൊക്കെ കരിവാരാൻ തേക്കാൻ ശ്രമിച്ചു. അവസാനം അത് വലിയ രീതിയിൽ, കാരണം ഇത് 1.5 ലക്ഷം 2 ലക്ഷം പേജുകളിൽ ആളുകൾ നിൽക്കുന്നുണ്ടേ, മനസ്സിലായോ? ആ പേജുകളിൽ ഇടുമ്പോൾ പെട്ടെന്ന് ഇത് 100 ഷെയർ പോയി കഴിഞ്ഞാൽ ഇത് എല്ലാവിടെയും എത്തും. അപ്പോൾ ഇത് വന്നിട്ട് അവിടെ ഓഫീസിൽ അറിഞ്ഞപ്പോൾ ഇത് ആരാ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഒരു ഹൈന്ദവരായ പാവപ്പെട്ട ഒരു സഹോദരി, അവളുടെ ജോലിയും കളഞ്ഞു. ഈ നാറികൾക്ക് ഒരു പണിയുമില്ല. അതാ ഇപ്പോൾ നോക്ക്, ഇതിനുള്ളിൽ വർഗീയത ഉണ്ടാക്കി വിട്ടിരിക്കുകയാണ് സിനിമയിൽ. ഇനി സിനിമയിലും ജാതി ബേസിലും നോക്കിയിട്ട് ഇവർ പരസ്പരം ഇനി സിനിമ അങ്ങോട്ടും ഇങ്ങോട്ടും ചാൻസ് കൊടുക്കും. അപ്പോൾ എന്താണ് സംബന്ധിച്ച് ചോദിച്ചു പറഞ്ഞാൽ, ഈ ഉണ്ണിമൂന്നിനെ പോലെയുള്ള ആൾക്കാരുടെ സിനിമകളൊന്നും ഹിറ്റാകാത്തത് കൊണ്ട് അതിൻ്റെ ചിലപ്പോൾ അസൂയായിരിക്കാം, എനിക്കറിയില്ല അതെന്താണെന്നുള്ളത്. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ പടം ഇപ്പോൾ ഈ പൊളിയാണ്, ഹിറ്റാകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്ത്, ഈ ഉണ്ണിമൂന്നിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ആളുകളാണല്ലോ ഈ ചാനലിലൊക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ പൊളിയെന്ന് പറഞ്ഞപ്പോൾ അവരുടെ പടം ഉദ്ദേശിച്ചിട്ടാണോ പറഞ്ഞത്? ഇവിടെ ഇഷ്ടം പോലെ മലയാള സിനിമ, ഇപ്പോൾ പ്രേമലുവൊക്കെ ആലോചിച്ച് നോക്ക്, അതിലൊക്കെ എന്ത് കോടി കളക്ഷനാണ് വാരിപ്പോയത്.
ഇത്രയും നാണം കെട്ട ആൾക്കാർ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇതുപോലെ നാണം കെട്ട വർഗ്ഗങ്ങൾ കുറച്ചെങ്കിലും മാറി ചിന്തിക്കുക. എല്ലാവരും ഷെയർ ചെയ്യുക വീഡിയോ. കറക്റ്റായിട്ട് ഇവന്മാർക്കൊന്ന് കൊള്ളട്ടെ. എല്ലാവരും ഷെയർ ചെയ്യുക. ഈ നാറികളുടെ നാറിയ പരിപാടി ഇപ്പം മമ്മൂട്ടീൻ്റെ വിഷയം കേട്ടോ. ഈ മമ്മൂട്ടീൻ്റെ വിഷയം ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ അടുത്ത വിഷയമായിട്ട് വരും. ഈ ചെറ്റകൾ ഓരോ വിഷയങ്ങൾ ഇട്ടുകൊണ്ടുപോയിരിക്കാരുടെ സ്ഥിര പരിപാടിയാണ്. ഈ പാർട്ടി എങ്ങനെയെങ്കിലും വളർത്താൻ വേണ്ടിയിട്ട് ഒന്നും ഇതാക്കാൻ വേണ്ടിയിട്ട് അതിനെന്തെല്ലാം നന്മകൾ ചെയ്യുക, അത് ചെയ്യൂല. ഒരു പാവപ്പെട്ട ഈ ഹൈന്ദവൻ കിഡ്നി ഇല്ലാതെയും അതല്ല ക്യാൻസർ വന്ന് കിടക്കുകയാണെങ്കിൽ അവനൊരു 10 രൂപ സഹായിക്കാനുണ്ടാവില്ല ചെറ്റ. പക്ഷെ അവൻ്റെ മനസ്സിനുള്ളിലേക്ക് വർഗീയത കുത്താനും ഇത് സഹായിക്കാൻ വരുന്ന ആൾക്കാരുടെ മനസ്സിലേക്ക് വർഗീയത കുത്താനൊക്കെ ഇവന്മാർ റെഡിയാണ്. അതിനും ഇവന്മാർ പേജ് ഉണ്ടാക്കി. ഞാൻ ഒരു നാറിനോട് പേജിനോട് പോയി ചോദിച്ചു, പക്ഷേ ആൾക്കാരെ ഫോളോ ചെയ്യുന്ന ഒരു പേജ് വെച്ചിട്ട് നീ ഇങ്ങനെ വർഗീയത ഉണ്ടാക്കുന്നുണ്ടല്ലോ, നീ കുറച്ച് നന്മ ചെയ്യുന്നു, കുറച്ച് ഹിന്ദുക്കളുടെ പാവപ്പെട്ട രോഗികളുടെ ഇതൊക്കെ കൊണ്ടിട്ട് സഹായിക്കട്ടെ എന്ന് പറയുമ്പോൾ അവൻ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ഇതുപോലെ നാറികൾ സമ്മതിച്ചെന്തായാലും.